ഒന്ന്, പാലക്കാട് ബി ജെ പിയെയും തിരസ്കരിക്കും, ബി ജെ പിയുടെ പണത്തെയും തിരസ്കരിക്കും. രണ്ടിൻ്റെ മുമ്പിലും പാലക്കാട് ആത്മാഭിമാനം പണയം വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവർ പാലക്കാടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാലക്കാട് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർ പരീക്ഷിച്ച ശീലങ്ങൾക്ക് വീണു പോകുന്ന ഒരു സ്ഥലമല്ല. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല, പാലക്കാടിൻ്റെ വോട്ടിനെ വാങ്ങാൻ കഴിയില്ല. പാലക്കാട് നമ്മളെ പിന്തുണക്കുന്നത്, സഹായിക്കുന്നത്, തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം. രണ്ട്, നമ്മൾ അവർക്ക് നൽകുന്ന സ്നേഹം അവരിരട്ടിയായി തിരിച്ചും നൽകുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബാക്കി ആരുടെയും അനുഭവങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കും ജനങ്ങൾക്കും പുല്ല് വില കൽപ്പിക്കുകയാണ്. 3, 4, 5 വണ്ടികൾ വരിവരിയായി പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സഹായികൾ വീടുകൾ തോറും പണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുമെന്നുള്ളത് വ്യാമോഹമാണ്. നേരായ മാർഗത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ബി ജെ പി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പരാജയം ബി ജെ പി അവിടെ സമ്മതിച്ചിരിക്കുന്നു. രണ്ട്, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പാലക്കാട് കോട്ട മൈതാനത്ത്. വലിയ റാലി സംഘടിപ്പിച്ചും റോഡ് ഷോ സംഘടിപ്പിച്ചും നേരിട്ട് വന്ന് പ്രചരണം നടത്തി. ഇപ്പം പ്രധാനമന്ത്രി നടത്തിയ പ്രചരണത്തിന് പോലും ഒരു ഇമ്പാക്റ്റും പാലക്കാട് ഇല്ല എന്നുള്ളത് സ്ഥാനാർത്ഥി തന്നെ തുറന്ന് സമ്മതിക്കുന്നതാണ് ഈ ഏർപ്പാട്. അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ വീട് കയറി നടന്നിട്ട് പണം കൊടുക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പാലക്കാടിൻ്റെ ശീലങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയാണ്. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. ആളുകൾ രാഷ്ട്രീയ ബോധം കൊണ്ടും സ്ഥാനാർത്ഥികളോടും മറ്റുള്ള സ്നേഹം കൊണ്ട് വോട്ട് ചെയ്യുന്നത് പൈസ കൊണ്ട് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. പാലക്കാട് മാറില്ല, രാഷ്ട്രീയമായി മാറില്ല, ഇത്തരം ദുശീലങ്ങളിലേക്ക് ചെന്ന് ചാടുകയില്ല, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ബി ജെ പി കമ്മീഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഇത് കണ്ണാടിയിൽ ആ ഒരു വീട്ടിൽ മാത്രം നടത്താൻ ശ്രമിച്ച ഒരു എക്സസൈസ് ആയിട്ട് കാണാനും കഴിയില്ല. പലയിടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, അതിനെയൊക്കെ പാലക്കാട് ബി ജെ പിയെയും തിരസ്കരിക്കും, ബി ജെ പിയുടെ ഇത്തരം ശീലങ്ങളെയും അവരുടെ പണത്തെയും പാലക്കാട് തിരസ്കരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാവും. ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട്. തെളിവ് സഹിതം ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്യുമെങ്കിലും ചെയ്തത്. അപ്പം അതിനകത്ത് തന്നെ പറയുന്നത് അടിച്ച് മുഖം തിരിക്കുന്നും പൊളിക്കുമെന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു. ഇപ്പോൾ പാലക്കാടിൻ്റെ അമ്മയാണ് പെങ്ങളാണ് എന്നൊക്കെ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിലുള്ള ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യും കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരോട് ചെയ്യാനും പറയാനും പോകുന്നത് എന്നുള്ളത് കൂടിയാണ് അവിടെ റിവീൽ ചെയ്തിരിക്കുന്നത്. പാലക്കാടൻ ജനത അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കും. തങ്ങളുടെ വോട്ടോ തങ്ങളുടെ ആത്മാഭിമാനത്തെയോ ആരുടെയും നോട്ടുകെട്ടുകൾക്ക് മുമ്പിൽ പണയം വെച്ച ശീലം പാലക്കാടിനില്ല. പാലക്കാടിനെ കുറിച്ചുള്ള അവരുടെ എല്ലാ ധാരണകളും തെറ്റാണ്. പാലക്കാട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. സ്ഥാനാർത്ഥി തന്നെയാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. അത്രയും സ്ഥാനാർത്ഥിയിൽ ആരെയും കൊടുക്കില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി ഇറങ്ങുക, അത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പൊതുപ്രവർത്തകരെ അടിക്കുമെന്ന് പറയുക, പിന്നെ എന്താ ഇത്രയും അല്ല, അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3-4 വാഹനങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് പോവുക. അതിന്ന് ഇത് നമ്മൾ പിന്നെ നോർത്ത് ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിലും അതുപോലെ ചില സദേൺ സ്റ്റേറ്റ്സിലും ഒക്കെ ഇങ്ങനത്തെ ഒരു ഏർപ്പാട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പലരും ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ, അതിനെ ആ ശീലം വെച്ച് പാലക്കാടിനെ ഇളക്കാൻ ശ്രമിക്കുക വീടുകളിൽ പോയിട്ട്. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് അവരുടെ പണത്തെയും തിരസ്കരിക്കും, പിന്നെ ഈ ബി ജെ പിയെയും പാലക്കാട് തിരസ്കരിക്കും. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് അതിന് നേതൃത്വം നൽകുകൂടെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ജനങ്ങളും ആലോചിക്കട്ടെ ആര് കെട്ടിച്ചമച്ചതാണെന്നുള്ളത്. അല്ല, എന്നോട് ഇന്നും ഒരു പിന്നെ ചാനൽ ഇപ്പൊ ഓഡിയോ ബൈറ്റിന് വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു, ഞാൻ ഒരു ചാക്ക് പണം കൊണ്ട് ഇന്നലെ രാത്രി അവിടെ എത്തി എന്നുള്ളതൊക്കെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ചാക്ക് പണം ഉണ്ടെങ്കിൽ പോലും, ഇനി നാളെ ഒരു ചാക്ക് പണം എൻ്റെ കയ്യിൽ ഉണ്ടായാൽ പോലും അതുകൊണ്ട് പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഞാൻ പോവില്ല. അത് എന്നെ പറ്റിയും പാലക്കാടിനെ പറ്റിയും അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. കാരണം അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവരല്ല പാലക്കാട്ടുകാർ. ആ സ്റ്റേറ്റ്മെന്റ് ഒരു അവഹേളനമാണ്. അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവരല്ല. മാത്രമല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ ജീവനോടെ നിങ്ങളുടെ മുമ്പിലൂടെ കോഴിക്കോട് ഉണ്ട്. ഞാൻ ഇന്നലെയും നിങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നു. ഞാൻ ഇന്നലെ കുറ്റ്യാടിയിലും പിന്നെ എലത്തൂരിലും തിരുവമ്പാടിയിലും നാദാപുരത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒക്കെ ആയിട്ട് ഇന്നലെ പ്രചരണം നടത്തി. ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ മുതൽ ആശുപത്രി ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ഉണ്ട്.
അപ്പം അതൊക്കെ യാഥാർത്ഥ്യം ഇതൊന്നും അല്ലാത്ത കാര്യങ്ങൾ പരസ്യമായിട്ട് അങ്ങ് വിളിച്ചു പറയുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ പിന്നെ ചോദിച്ചു നീലപ്പെട്ടി എന്തായി എന്നുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായി എന്നുള്ളത് പാലക്കാടും കേരളവും എല്ലാവരും കണ്ടതാണല്ലോ. ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളെല്ലാം അതിനെപ്പറ്റി അന്വേഷണം പറഞ്ഞിട്ട് അവസാനം എന്തായി എന്നുള്ളത് അതുപോലെയല്ല ഇത്. ഇതങ്ങനെ ഒരു തെറ്റായ ആരോപണമല്ല, ഇത് ദൃശ്യങ്ങൾ സഹിതം കേരളം മുഴുവൻ ലോകം മുഴുവൻ കണ്ടതാണ്, വിഷ്വൽസ് കണ്ടതാണ്. അത് കാണിക്കുന്ന വിഷ്വൽസിനെതിരായിട്ടാണ് അടിച്ചു മുഖം തിരിക്കുമെന്നൊക്കെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. ഇത് പാലക്കാട് പ്രതികരിക്കും. ഉറപ്പായിട്ട് രേഖാമൂലം അയോഗ്യത കൽപ്പിക്കണമല്ലോ. ഇതാണോ ഡെമോക്രസി? ഇതാണോ ജനാധിപത്യത്തിന്റെ ശത്രുപക്ഷത്താണ് സ്ഥാനാർത്ഥിയും BJPയും തങ്ങളെ സ്വയം പ്ലേസ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജനാധിപത്യത്തിന്റെ ശത്രുപക്ഷത്താണ്. അയോഗ്യത കൽപ്പിക്കേണ്ട ഇടപെടലുകളാണ്. അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് അതിന്റെ തുടർ നടപടികളും ഫോളോ അപ്പ് ചെയ്യും. അല്ല, നടപടികളിലേക്ക് കടക്കണം. ഇതിനിപ്പോൾ എന്താ വിശദീകരിക്കണം? ഞാൻ ആ പാവം ഞാൻ നേരത്തെ ഒരു ചാനലിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാവം അമ്മയുടെ പുറകെ പോയി അതിനെ പ്രയാസപ്പെടുത്തണ്ട. പിന്നെ പക്ഷെ ഇത് ചെയ്യുന്നവരാണല്ലോ കുറ്റക്കാർ. അല്ല, ഞാൻ നിങ്ങൾ ആ അമ്മയുടെ പാർട്ടിനെ അവരെ വെറുതെ വിടുക. അവരെ അതിലേക്ക് ആരുടെയെങ്കിലും പ്രയാസങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് കുറ്റക്കാർ. ഞാൻ അമ്മ വാങ്ങിയെന്നോ വാങ്ങിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മയെ വെറുതെ വിടാം. നമ്മൾ ദൃശ്യങ്ങൾ ഇവരിത് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് എല്ലാവരും. ആ പോയിന്റിൽ ഞാൻ സ്ട്രെസ് ചെയ്യുന്നു. അത് തീരുമാനിച്ചതല്ലോ, പരാജയം അക്സെപ്റ്റ് ചെയ്തല്ലോ. അവർ നേരായ മാർഗത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ അക്സെപ്റ്റൻസ് അല്ലേ ഇത്. മര്യാദക്ക് ജനം പോയി വോട്ട് ചെയ്താൽ BJP പാലക്കാട് ജയിക്കില്ല എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതലൊരു സ്റ്റേറ്റ്മെന്റ് വേറെ ആവശ്യമുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.